രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ വായിച്ചത് ദേവർഷിയായ നാരദൻ ശ്രീരാമനെ കാണാനായി അയോധ്യയിൽ എത്തുന്ന ഭാഗമാണ്. അദ്ദേഹത്തെ വേണ്ടവണ്ണം ശ്രീരാമൻ സത്കരിച്ച് ആദരിച്ചു. അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം ആരാഞ്ഞു. അങ്ങയുടെ ആഗ്രഹം എന്തു തന്നെയായാലും ഞാനത് നിറവേറ്റിത്തരാം എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. ഇങ്ങനെ ശ്രീരാമൻ ഉണർത്തിച്ചത് കേട്ടിട്ട് രഘുവരനോട് പുഞ്ചിരി തൂകിക്കൊണ്ട് ആ മുനിശ്രേഷ്ഠനായ നാരദൻ, ഭക്തവത്സലനായ നാരദൻ, ആ മനുവീരന്, മനുഷ്യരിൽ വെച്ച് പരമ വീര്യത്തോടു കൂടിയിരിക്കുന്ന ശ്രീരാമനെ നോക്കി വളരെ സൗമ്യഭാവത്തിൽ രസത്തോടുകൂടെ പറഞ്ഞു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. പ്രഭോ, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത്? കാരണം നാരദൻ സദാ പാടി നടക്കുന്ന ആ നാരായണൻ തന്നെയാണ് രാമന്റെ രൂപത്തിൽ മുമ്പിലിരിക്കുന്നത്. എന്നിട്ട് നാരദനോട് തന്നെ ചോദിക്കുകയാണ്, അങ്ങേക്ക് എന്താണ് ആവശ്യം? ഞാൻ നിറവേറ്റിത്തരാം. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ? പ്രഭോ, അങ്ങ് എന്നെ മോഹിപ്പിക്കാനായി എന്തിനാണ് സന്തതം ലോകാനുകാരികളായ അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും? സാധാരണ ലൗകികന്മാരാണ് ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിനക്ക് എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ അങ്ങ് വളരെ ചാതുര്യത്തോടുകൂടി എന്നോട് ചോദിക്കുന്നുവല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പരിഹസിക്കുന്നത്? മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ, മോഹിപ്പിക്കുന്ന ഇത്തരം വാക്കുകളെ കൊണ്ട് എന്റെ ഉള്ളിൽ ഉള്ള മോഹത്തെ ഇനിയും വളർത്തരുത് പ്രഭോ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. ഈ ലൗകികമായ വാക്യങ്ങൾ, അതായത് സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഈ വാക്കുകൾ ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. അപൂർവം ചില സന്ദർഭങ്ങളിൽ അവതാര പുരുഷന്മാർക്കും വേണ്ടി വന്നേക്കും. അതുകൊണ്ടാവും അങ്ങ് ആ വാക്കുകളെ പ്രയോഗിച്ചത്. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. അങ്ങ് യോഗേശ്വരനായ മഹാവിഷ്ണുവാണ്. അങ്ങയെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞതെന്താ? പലതരം വിഷയങ്ങളിൽ മോഹിച്ചു കിടക്കുന്ന ലൗകികന്മാരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങയുടെ ദർശനം ദുർലഭമാണെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും എന്നാണ്. യോഗേശനായ നീ സംസാരി ഞാനെന്ന്, അങ്ങയെ തന്നെ ഒരു സംസാരിയാണ്, ലൗകികനാണ് എന്ന് പറഞ്ഞല്ലോ. ഹേ ലോകേശ, പ്രപഞ്ചനാഥ, ചൊന്നത് സത്യമത്രേ ദൃഢം. അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി, സർവജഗത്പിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം. അങ്ങയെ സ്വയം സംസാരി എന്ന് വിശേഷിപ്പിച്ചത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. ആരാണ് ഈ സംസാരികൾ? അല്ലെങ്കിൽ ലൗകികന്മാർ. ഭാര്യ, കുടുംബം, കുട്ടികൾ, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങയെ സംസാരി എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. എന്താ? സർവജഗത്തിനും കാരണഭൂതയായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും കാരണമായിരിക്കുന്ന സർവമാതാവായ മായാ ഭഗവതി, എല്ലാവരുടെയും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ മായാദേവി ആരാണ്? സീതാദേവി തന്നെ. ആ മായാ ഭഗവതി സർവജഗത്പിതാവാകിയ നിന്നുടെ, സർവജഗത്തിന്റെയും പിതാവായ അങ്ങയുടെ ദിവ്യ ഗൃഹിണിയാകുന്നത് നിർണയം. മായാദേവി മാതാവാണെങ്കിൽ പിതാവ് പ്രപഞ്ചനാഥനായ ഈശ്വരൻ തന്നെയാണ്. അപ്പോ അങ്ങയുടെ ദിവ്യഗൃഹിണിയാണ് ഈ ജഗന്മാതാവായ സീതാദേവി. അങ്ങോ ജഗത് പിതാവും. ഈ 7 ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. അങ്ങയ്ക്ക് ഭാര്യയുണ്ട്. അങ്ങയുടെ വീട് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. കാരണം അങ്ങ് ജഗത് പിതാവാണ്.
അങ്ങനെ സർവജഗത്തിനും പിതാവായിരിക്കുന്ന അങ്ങയ്ക്ക് ഈരേഴുലകവും നിന്റെ ഗൃഹം. പ്രഭോ, ഈരേഴ് 14 ലോകങ്ങളും അങ്ങയുടെ വീടല്ലയോ? ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. അപ്പോ അങ്ങ് ഒരു ഗൃഹസ്ഥനാണ്. സാധാരണ കുടുംബത്തിൽ കഴിയുന്നവണ്, വീടും ഒക്കെ കെട്ടി താമസിക്കുന്നവണ്. അങ്ങ് ഈ പ്രപഞ്ചമാകുന്ന വീട്ടിൽ കഴിയുന്നവനാണ്. പ്രപഞ്ചത്തിന്റെ ഗൃഹനാഥനാണ്. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാപ്രജകളും. അങ്ങുണ്ട്, അങ്ങയുടെ ഭാര്യയുണ്ട്. ഈ ലോകം തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെയാണ് അങ്ങയുടെ ഗൃഹം. ശരി, അങ്ങയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ഈ ജീവജാലങ്ങളെല്ലാം അങ്ങയുടെ കുഞ്ഞുങ്ങൾ തന്നെ. നിന്നുടെ സന്നിധി മാത്രേണ, പരമാത്മാവായ അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ, സാന്നിധ്യം കൊണ്ട് മാത്രം മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും. ഈ മായയിൽ നിന്ന്, മായാശക്തി കാരണമായിട്ട് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു. അവയൊക്കെ അങ്ങയുടെ കുഞ്ഞുങ്ങൾ തന്നെ. അർണോജ സംഭവൻ, ആദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും. അർണോജ സംഭവൻ ആദി തൃണാന്തമായി. അർണോജ സംഭവൻ, അർണോജം താമര, താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവ്. ബ്രഹ്മാവ് മുതൽ തൃണാന്തം ഒരു പുൽക്കൊടി വരെയുള്ള സകല ജീവജാലങ്ങളും, ചെടികളും വൃക്ഷങ്ങളും വള്ളികളും ഉൾപ്പെടെ, പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ, മനുഷ്യരും ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ചരാചര ജന്തുക്കൾ എല്ലാം തന്നെ അങ്ങയുടെ അപത്യങ്ങളാണ്, അങ്ങയുടെ മക്കളാണ്. പുനരാകയാൽ അതുകൊണ്ട് ഒക്കും പറഞ്ഞത് സംസാരി എന്നതും. അങ്ങേ ഒരു സംസാരിയാണ്, ഗൃഹസ്ഥനാണ്, കുടുംബിയാണ് എന്ന് പറഞ്ഞല്ലോ. അത് വളരെ യുക്തം തന്നെ പ്രഭോ. കാരണം ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്. അപ്പൊ അങ്ങ് സംസാരി തന്നെയാണ്. ഈ കണ്ട ലോക ജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ഈ കാണുന്ന ലോകത്തിലുള്ള ജീവികൾക്ക് മുഴുവൻ എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട പിതാവ് അങ്ങ് തന്നെയാണ്. ഓരോ ജീവികൾക്കും ജന്മം നൽകിയ ഒരു മാതാവും പിതാവും ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജീവികളെയൊക്കെ പരിപാലിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് പാലിക്കുന്ന സ്വഭാവത്തോടുകൂടി അങ്ങ് തന്നെയാണ് മുഖ്യനായ പിതാവ്. ശുക്ലരക്താസിതവർണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തിയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. ശുക്ലരക്ത അസിതവർണഭേദം പൂണ്ട്. ശുക്ലം വെളുപ്പ്, രക്തം ചുവപ്പ്, അസിതം എന്ന് പറഞ്ഞാൽ വെളുപ്പല്ലാത്തത്. വെളുപ്പല്ലാത്തത് എന്ന് പറഞ്ഞാൽ വെളുപ്പിന്റെ നേരെ വിപരീതം കറുപ്പ്. അപ്പോ വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള ഈ 3 നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രകൃതിയുടെ 3 ഗുണങ്ങളെയാണ്. സത്വഗുണം ആണ് വെളുത്ത നിറം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. രജോ ഗുണമാണ് ചുവന്ന നിറം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. തമോ ഗുണമാണ് കറുത്ത നിറം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ 3 വർണ്ണഭേദങ്ങളിൽ സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണത്രയത്തെ ആശ്രയിച്ച് ഗുണങ്ങളുടെ സമാഹാരം തന്നെയാണ് പ്രകൃതി. അതിനെ തന്നെയാണ് വിഷ്ണു മായ എന്ന് പറയുന്നത്. ആ പ്രകൃതി തത്വം തന്നെയാണ് സീതാദേവി. വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. അങ്ങയുടെ ഭാര്യാസ്ഥാനത്തിരിക്കുന്ന ഈ സീതാദേവി അങ്ങയുടെ തന്നെ ശക്തിവിശേഷമായ സത്വരജസ്തമോ ഗുണാത്മികയായ പ്രകൃതി തന്നെയാണ്. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. സത്യം ത്വയോക്തം, അതിലില്ല സംശയം. സത്വങ്ങളെ ജനിപ്പിക്കുന്നത് മാതാവിന്റെ ധർമ്മമാണല്ലോ. അമ്മയാണല്ലോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. അതുപോലെ ഈ ജീവജാലങ്ങളെയൊക്കെ ജനിപ്പിക്കുന്ന, ഇവരുടെയൊക്കെ ജനനിയായ ഈ സീതാദേവി അങ്ങയുടെ ഗൃഹിണി തന്നെ, ഭഗവാന്റെ ശക്തിവിശേഷം, ഭഗവാന്റെ പത്നി തന്നെയാണ്. സത്യം ത്വയോക്തം, അങ്ങ് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. അതിലില്ല സംശയം. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണ്? അങ്ങ് വലിയ ഗൃഹസ്ഥനാണ്, സംസാരിയാണെന്ന് പറഞ്ഞല്ലോ. ശരിയാണ്. ഈ മായ തന്നെയാണ് അങ്ങയുടെ പത്നി. ചരാചരങ്ങളെല്ലാം അങ്ങയുടെ സന്താനങ്ങളും. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. സാധാരണ ഗൃഹസ്ഥന്മാർ, കുടുംബികൾ, പുത്രന്മാർ, മിത്രങ്ങൾ, ധനം, ഭാര്യ തുടങ്ങിയവയിൽ ശക്തിയുള്ളവരാണ്, സംഘമുള്ളവരാണ്.
അതാണ് സാധാരണ ഗൃഹസ്ഥന്മാരുടെ സ്വഭാവം. ലോകത്രയ മഹാഗേഹത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും, 3 ലോകങ്ങളാകുന്ന വലിയ കുടുംബത്തിന് അങ്ങ് ഒരുവൻ മാത്രമാണ് ഗൃഹസ്ഥൻ, ഗൃഹനാഥൻ. മറ്റുള്ളതൊക്കെ അങ്ങയുടെ ഗൃഹത്തിൽ കഴിയുന്നവരാണ്. നാരായണൻ നീ രമാദേവി ജാനകി. പ്രഭോ ശ്രീരാമചന്ദ്ര, അങ്ങ് നാരായണനാണ്. ഈ ജാനകി സീതയുണ്ടല്ലോ, സാക്ഷാത് രമാദേവി മഹാലക്ഷ്മി തന്നെ. സാരസ സംഭവനായതും നീ, തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. സാരസ സംഭവൻ, സാരസം സരസിലുണ്ടാവുന്നത് താമര, താമരയിൽ നിന്ന് സംഭവിച്ചവൻ, ജനിച്ചവൻ ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനും അങ്ങ് തന്നെയാണ്. അങ്ങ് ബ്രഹ്മദേവനായി രൂപം പ്രാപിക്കുമ്പോൾ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ഇതേ സീതാദേവി തന്നെ ബ്രഹ്മപത്നിയായ സരസ്വതിയുടെ ഭാവം കൈക്കൊള്ളുന്നു. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. അങ്ങ് ആദിത്യനാണ്. ആദിത്യ രൂപത്തിൽ, സൂര്യരൂപത്തിൽ പ്രകടമാകുന്നത് അങ്ങാണ്. അങ്ങ് സൂര്യനായി പ്രകാശിക്കുമ്പോൾ അങ്ങയുടെ പ്രകാശമായി ഈ ജാനകി കൂടെയുണ്ട്. ശീതകിരണൻ നീ, തണുത്ത കിരണങ്ങളോട് കൂടിയ ചന്ദ്രനാണ് അങ്ങെങ്കിൽ രോഹിണി ജാനകി. ചന്ദ്രന്റെ 27 ഭാര്യമാരിൽ 27 നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ 27 നക്ഷത്രങ്ങളും ചന്ദ്രന്റെ പത്നിമാരാണ്. അതിൽ രോഹിണി നക്ഷത്രമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് രോഹിണിയെയാണ് ചന്ദ്രന്റെ പ്രധാന പത്നിയായി പരിഗണിക്കുന്നത്. അങ്ങ് ശീതകിരണനായ ചന്ദ്രനായി പ്രകാശിക്കുമ്പോൾ ഈ ജാനകി രോഹിണിയായി തീരുന്നു. ആതിഥേയാധിപൻ നീ ശചീ ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. ആതിഥേയ അധിപൻ നീ. ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ അതിഥിയുടെ മക്കൾ. കശ്യപ പത്നിയായ അതിഥിയുടെ പുത്രന്മാരാണ് ആതിഥേയന്മാർ, ദേവന്മാരെന്നർത്ഥം. ആ ആതിഥേയന്മാരുടെ അധിപൻ ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രനും അങ്ങ് തന്നെയാണ്. വാസവാനുജൻ എന്നാണ് മഹാവിഷ്ണുവിന് ഒരു പര്യായം. വാസവാനുജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ അനിയനാണ് മഹാവിഷ്ണു. മഹേന്ദ്രോ വാസവാനുജ. ദേവേന്ദ്രനായതും ദേവേന്ദ്രന്റെ അനുജന്റെ സ്ഥാനത്തിരിക്കുന്ന മഹാവിഷ്ണുവും എല്ലാം ഒരേ ഈശ്വരതത്വം തന്നെയാണ്. ദേവന്മാരുടെ അധിപനായി നീ ദേവേന്ദ്രഭാവത്തിലിരിക്കുമ്പോൾ ഈ ജാനകി ശചീദേവിയായി ദേവേന്ദ്രപത്നിയായി തീരുന്നു. ജാതവേദസ്സു നീ. അങ്ങ് ജാതവേദസ്സാകുമ്പോൾ, ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നി, അങ്ങ് അഗ്നിദേവനായി പ്രകാശിക്കുമ്പോൾ സ്വാഹാ മഹീസുത. ഭൂമിയുടെ മകളായ ഈ സീത സ്വാഹ ആയിത്തീരുന്നു. സ്വാഹ സ്വധ, ഇങ്ങനെ 2 പത്നിമാരാണ് അഗ്നി ഭഗവാൻ. അങ്ങ് ജാതവേദസ് അഗ്നിയായി തീരുമ്പോൾ ഈ ഭൂമിയുടെ മകളായ സീത സ്വാഹ രൂപത്തിൽ അങ്ങയോടൊപ്പമുണ്ട്. അർക്കജന്നി ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. അർക്കജന്നി ദണ്ഡനീതിയും ജാനകി. അർക്കജൻ സൂര്യന്റെ മകൻ. സൂര്യന്റെ മകൻ കർണൻ എന്നർത്ഥം പറയാം, സുഗ്രീവൻ എന്നർത്ഥം പറയാം. പക്ഷെ അത് രണ്ടുമല്ല ഇവിടെ അർത്ഥം. അർക്കജൻ സൂര്യന്റെ മകനാണ് യമധർമ്മൻ. അങ്ങ് യമധർമ്മനായിട്ടും പ്രത്യക്ഷപ്പെടുന്നു. എല്ലാം അങ്ങയുടെ പ്രതിരൂപങ്ങൾ തന്നെ. അങ്ങ് യമധർമ്മനായി തീരുമ്പോൾ യമധർമ്മന്റെ ആ ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് യമധർമ്മന്റെ ശക്തി. അങ്ങ് യമനായി തീരുമ്പോൾ യമധർമ്മന്റെ ദണ്ഡനീതി ഈ ജാനകിയായി തീരുന്നു. രക്ഷോവരൻ ഭവാൻ. രാക്ഷസന്മാരിൽ ശ്രേഷ്ഠനായ അങ്ങ് എന്ന് പറഞ്ഞാൽ രാക്ഷസന്റെ രൂപത്തിൽ ഇരിക്കുന്നതും അങ്ങ് തന്നെ. രക്ഷോവരനായി തീരുമ്പോൾ താമസി ജാനകി. രാക്ഷസന്മാരിൽ തമോ ഗുണമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അങ്ങ് രാക്ഷസ രൂപത്തിൽ അങ്ങയെ പ്രകടമാക്കുമ്പോൾ ആ തമോ ഗുണമായി ഈ ജാനകി അങ്ങയോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. പുഷ്കരാക്ഷൻ മഹാവിഷ്ണു, ഭാർഗവി ജാനകി. ഭാർഗവി മഹാലക്ഷ്മി. അങ്ങ് മഹാവിഷ്ണുവായി രൂപം എടുക്കുമ്പോൾ മഹാലക്ഷ്മിയായി ഈ ജാനകി അങ്ങയോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. ശക്രദൂതൻ നീ സദാഗതി ജാനകി. ശക്രദൂതൻ ദേവേന്ദ്രന്റെ ദൂതൻ. ആരാണ് ദേവേന്ദ്രന്റെ ദൂതൻ? ദൂതൻ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണല്ലോ, സന്ദേശങ്ങളൊക്കെ കൊണ്ട് എത്തിക്കുന്നവനാണ് ദൂതൻ. അപ്പൊ ശക്രദൂതൻ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ആരാണ്? വായുദേവൻ. വായുദേവനായി അങ്ങ് മാറുമ്പോൾ
സദാഗതി ജാനകി, വായുവിന്റെ നിരന്തര ചലനമാകുന്ന രൂപത്തിൽ ഈ ജാനകി അങ്ങയിൽ കുടികൊള്ളുന്നു, അങ്ങയോടൊപ്പം ചേർന്നിരിക്കുന്നു. രാജരാജൻ ഭവാൻ സമ്പത്കരീ സീത. രാജരാജൻ എന്ന് പറഞ്ഞാൽ കുബേരൻ, ചക്രവർത്തി എന്നും പറയാം. ഐശ്വര്യത്തിന്റെ അധിപനായി അങ്ങ് സ്ഥിതി ചെയ്യുമ്പോൾ ആ ഐശ്വര്യത്തിന്റെ ആശ്രയമായ, അതിന് മൂലകാരണമായ സമ്പത്തായി ഈ സീത കൂടെയുണ്ട്. രാജരാജൻ നീ വസുന്ധരാ ജാനകി, രാജപ്രവരകുമാര രഘുപതേ. ആദ്യം രാജരാജൻ എന്ന് പറഞ്ഞത് കുബേരനെയാണ്. കുബേരൻ സമ്പത്തിന്റെ അധിപനാണ്. അങ്ങ് കുബേരനായി മാറുമ്പോൾ അങ്ങയുടെ സമ്പത്തായി, ആ ഐശ്വര്യമായിട്ട് ഈ സീതയൊപ്പമുണ്ട്. ഇനി വീണ്ടും രാജരാജൻ എന്ന് പറയുന്നു. ആ രാജരാജൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തി എന്നർത്ഥം. അങ്ങ് ചക്രവർത്തിയാകുമ്പോൾ ചക്രവർത്തി എന്തിന്റെ അധിപനാണ്? ഭൂമിയുടെ അധിപനാണ്. വസുന്ധരാ ജാനകി, ഈ ജാനകി ഭൂമിയായി സ്ഥിതി ചെയ്യുന്നു. രാജപ്രവരകുമാര രഘുപതേ, രാജീവലോചന രാമദയാനിധേ. രാജവംശത്തിൽ ജനിച്ച ഹേ രാജകുമാര, ചക്രവർത്തി കുമാര, ഹേ രഘുപതേ, രാജീവലോചന താമരക്കണ്ണ, രാമ ദയാനിധേ, കാരുണ്യസാഗരമേ, രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി. അങ്ങ് രുദ്രരൂപം കൈക്കൊള്ളുമ്പോൾ രുദ്രന്റെ പത്നിയായ, അല്ലെങ്കിൽ രുദ്രശക്തിയായ രുദ്രാണി ഈ ജാനകി തന്നെയായിത്തീരുന്നു. സ്വർദ്രുമം നീ, സ്വർഗത്തിലെ വൃക്ഷം, കൽപ്പവൃക്ഷം ആയി അങ്ങ് പ്രകടമാകുമ്പോൾ ലതാരൂപിണി ജാനകി, അതിൽ ചുറ്റിപ്പടർന്നു കിടക്കുന്ന വള്ളിയായിട്ട് ഈ ജാനകി അങ്ങയുടെ സമീപത്ത് തന്നെയുണ്ട്. ഇങ്ങനെ വർണ്ണിച്ചു പോകുന്നു. എല്ലാം ശ്രീരാമചന്ദ്രസ്വാമിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിഫലനങ്ങളാണ്, പ്രകടനങ്ങളാണ് എന്നത് മനസ്സിലാക്കി തരാനാണ് ഇത്ര നീണ്ട വർണ്ണനം അധികമില്ല, തീരാറായി. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ തുടർന്ന് വായിക്കാം.